ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി കെപിസിസി വാർത്താക്കുറിപ്പ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗിക പ്രഖ്യാപനം. എഐസിസിയുടെ അനുമതിയോടെയാണ് നടപടിയെന്ന് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, എഐസിസിയുടെ അനുമതിയോടുകൂടി. തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. എംഎൽഎ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് നേതാക്കളുടെ പ്രതികരണം. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്നാണ് ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണം. ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. രാഹുലിനെതിരെയുള്ള നടപടി ചൂണ്ടിക്കാട്ടി സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം കോൺഗ്രസ് ശക്തമാക്കി. എം മുകേഷ്, എ പത്മകുമാർ തുടങ്ങിയവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ സിപിഐഎം എന്ത് നടപടിയെടുത്തുവെന്ന ചോദ്യം ആവർത്തിച്ച് നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നത് എംഎൽഎ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം തികയുന്ന ദിവസം എന്നത് യാദൃച്ഛികതയായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.